നല്ല കളർ, ചുവന്ന കളറാകും. അതെല്ലാം കൂടി ശരിക്കും അത് മസാലയൊക്കെ നമ്മുടെ മുളക് പൊടി മൊത്തം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. കാരണം ഇതിനകത്ത് വെള്ളം ഇല്ലാത്തതുകൊണ്ടേ നമ്മൾ തിളപ്പെന്ന് പറയുമ്പോൾ മറ്റേ ആവി ഇങ്ങനെ എന്താ പറയാ, നമ്മള് കൊമള വന്ന പോലെയാണ്, വെള്ളം ഇല്ലല്ലോ. അപ്പൊ ആ സവോളയുടെ അതൊക്കെ ശരി ഇങ്ങനെ കിടന്ന് ബബ്ലി ജെല്ലി അനങ്ങള പോലെ കിടന്ന് ശരിക്കും കാണാൻ പറ്റുമോ? അല്ല, ആ സവോളയുടെ ഫ്ലേവർ ശരിക്കും പരന്നുണ്ട് മൊത്തം. നല്ല എന്താ പറയാ, ആ ഒരു വെല്ലുള്ളിയുടെ മണം ശരിക്കും ഉണ്ട്. ഇപ്പൊ ചിക്കൻ ഇടാൻ സമയമായി. ചിക്കൻ പറഞ്ഞു. ആ, ഇതാണ് ചിക്കൻ. ഇത് എന്തൊക്കെയാ ഇത് ചേർക്കുന്നത്? ഇതിന്റെ കോട്ടിങ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മൈദ, എഗ്, സോൾട്ട്, ഉപ്പ്, പിന്നെ 2 സോസ്. ഏതാ? ചില്ലി സോസും സോയാ സോസും. ഇതിപ്പോ നമ്മൾ അത് ഇട്ട് മുക്കി പൊരിച്ചാണ് അതിൽ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അതായത് മൈദ, ചില്ലി സോസും സോയാ സോസ്, എഗ്, മുട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചിയും കൂടി അരച്ച് നന്നായിട്ട് തേച്ച് പുരട്ടി നല്ല എണ്ണയിൽ കോരി വാരി എടുക്കുക, പൊരിച്ച് വാരി എടുക്കുക. സോസ് ഇടുക. ഇനിയിപ്പോ സോസ് ഇടുക. ചില്ലി സോസ് അല്ലേ? ചില്ലി സോസ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആൾക്കാരൊക്കെ കയറി വരുന്നത് ഈ ചിക്കൻ ചില്ലി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ബാൻഡ് പറഞ്ഞു നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയല്ല, ഏകദേശം ആദ്യം കൊണ്ടുവന്ന് ഇവിടെ ആണ്. ഇങ്ങനെ തരത്തിലുള്ള ചില്ലി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആണ്. അപ്പൊ അത് ആരായിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇപ്പൊ മുത്തച്ഛനാന്ന് പറഞ്ഞു. അപ്പൂപ്പൻ എവിടെ നിന്ന് മീൻസ് അത് ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുകയായിരുന്നോ അതോ? കട സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് കുക്ക് എന്ന് പറഞ്ഞാൽ വർഗീസ് പുള്ളിക്കാരനാണ്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സംഭവമാണ് ഈ ഒരു രീതിയല്ലേ? അത് സവോള മറ്റേ അരച്ച് ഉള്ള ഒരു രീതി. ഇപ്പൊ ചേട്ടാ നമ്മള് ഇതിനകത്ത് ബാക്കിയെല്ലാം ഒഴിച്ചാ? ബാക്കിയെല്ലാം തീർന്നു. ഈ സംസാരിച്ചു കൂടിയ സമയത്ത് എല്ലാം കൂടി ഒഴിച്ച് പറഞ്ഞ ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ് ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല തിരക്കുണ്ട്, ആൾക്കാർ വെയിറ്റിംഗ് ആണ്. വേണ്ടായോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ സ്പീഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ആൾക്കാർ വെയിറ്റിംഗ് ആണ്. കാരണം അതുമല്ല, ഇത്ര സ്പീഡിൽ ചെയ്യണമെങ്കിൽ എന്തോരം പ്രാക്ടീസ് ആയിരിക്കും. കാരണം പ്രാക്ടീസ് തന്നെ അത്രയ്ക്കധികം ഓർഡർ വരും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കണതിൻ്റെ അടുത്ത് സ്പീഡ്. റെഡി ആയിട്ടുണ്ട്. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സാധനം റെഡി. നമ്മൾ ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ചില്ലി ചിക്കൻ്റെ ഒപ്പം പൊറോട്ട, ഇടിയപ്പം, ചപ്പാത്തി, പിന്നെ രാവിലെ ഉച്ചയ്ക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലാണെങ്കിൽ അപ്പം ഉണ്ട്. പിന്നെ ബിരിയാണി ഉണ്ട്. ഞാൻ അവിടെ ബിരിയാണി കഴിക്കുന്നുണ്ട്. ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, എഗ് ബിരിയാണി, വെജിറ്റബിൾ മിക്സഡ്, എല്ലാം ഉണ്ടാവും. മിക്സർ ബിരിയാണി ഉണ്ട് കേട്ടോ അവിടെ, അതും മറക്കരുത്. വെറൈറ്റി വേറെ എങ്ങും കിട്ടില്ല, വെറൈറ്റി. അപ്പൊ നമ്മുടെ ചിക്കൻ ചില്ലി എല്ലാം എങ്ങനെ വേണേലും പറയാം. ചിക്കനും ചിക്കൻ ചില്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുള്ള ഒന്ന് തന്നെയാണല്ലോ അവിടെ ഉണ്ട്. അപ്പൊ അതായിക്കൊണ്ട് ഇപ്പൊ ശരിക്കും അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മസാലയും സോസിലും എല്ലാത്തിലും കിടന്ന് ഇങ്ങനെയാണ് ആയിക്കൊണ്ടിരിക്കുക. റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഓർഡർ വന്ന ആൾക്കാർക്ക് ഓരോന്നോരോന്ന് കൊടുക്കുകയാണ്. കാരണം അത് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ശരിക്കും ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന് കഴിക്കണ നല്ലത്. അതാകുമ്പോ വെയിറ്റ് ചെയ്ത് നോക്കില്ലല്ലോ, വെയിറ്റ് നോക്കത്തില്ല. ഇവിടെ ഒന്ന് കഴിക്കുമ്പോ പ്ലേറ്റിൽ ഇട്ട് ഫുൾ പ്ലേറ്റ് ചിരിച്ച് കിട്ടും. വെയിറ്റ് നോക്കത്തേ ഇല്ല. ഇതവിടെ പാഴ്സൽ ഉടുക്ക് നല്ല തിരക്കാണ്. ബാക്കിലോട്ടല്ലേ? ചേട്ടനല്ലേ? ചേട്ടൻ പേരനേട്ടാ ശശി. ഇവിടെ എത്ര ആളായി? 28 വർഷമായിട്ട് ഏട്ടൻ ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും ചില്ലി ചിക്കൻ്റെ സംഭവമൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. ക്രൗഡ് ഉണ്ട്. ഇപ്പോൾ കുറേ പേര് കഴിച്ചങ്ങ് ഇറങ്ങി. അപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. നമുക്കപ്പോൾ എന്തായാലും അടുത്ത വേറെ സ്പെഷ്യലും കൂടെ ഇവിടെ ഉണ്ട്, ചിക്കൻ ഫ്രൈ. അതും നല്ല എന്തോ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതെനിക്ക് എന്തായാലും അതും കൂടെ അറിയണം. അപ്പം എന്തായാലും ചിക്കൻ ഫ്രൈക്കുള്ള എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ചൂടായിരിക്കുകയാണ്. ഇപ്പം ചിക്കൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരും, ഇങ്ങനെ നടന്നു വരും. അപ്പോൾ അത് നമ്മൾ ഇടുന്നു. ബാക്കി സംഭവങ്ങളൊക്കെ നേരത്തെ
അന്ന് വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ വരും അല്ലേ? ബെല്ലടിച്ചുണ്ട് ഇപ്പൊ വരും. കാരണം ഇവിടെ ബെല്ലുണ്ട്. ഈ ബെല്ലടിക്കുമ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരും അല്ലേ? ഇതേ സാധനം എത്തിക്കണ്ട, ബെല്ലടിച്ചല്ലോ അപ്പോഴത്തേക്ക് സാധനം വന്ന്. ആ ഇതാണിതേ നമ്മളെ തൊടല്ലോ അല്ലേ? അതെ, ഇതാണ് ചിക്കൻ ഫ്രൈയുടെ മസാല. എന്താ ഇത്? എന്ത് മസാല നമ്മൾ ശരിക്കും ഇതിനകത്തോട്ട് ഉള്ളിയൊക്കെ എന്താ ശരിക്കും മസാല ചേട്ടാ? ഇത് ചില്ലി പൗഡർ, മുളക് പൊടി, ക്രഷ്ഡ് ചില്ലി, ചതച്ചത്, അതെ, ഇടിച്ചാണോ? അതെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി. അത് ഒന്നേന്നിടുവോ അല്ലെങ്കിൽ ചതച്ചാണോ? ഇതിപ്പോ ചതച്ചായിടുന്നത്. ചതച്ചാണ്. അതെ അതെ. എന്തും അത് ചതച്ചിടുമ്പോ വേറൊരു ഡിഫറെന്റ് ടേസ്റ്റും ആണ്. കാരണം അത് കടിക്കാനും കിട്ടും ആ ഒരു രീതിയിൽ. ഓക്കെ, അത് പിന്നെ 4 ലീവ്സ് ഉണ്ട് ഇതില്. ഏതൊക്കെയാ? ലംബ ലീഫ് ഉണ്ട്, ലംബയുണ്ട്, ലംബേലുണ്ട്, കൊറിയൻഡർ, മല്ലി, മിന്റ്, കറി ലീഫ്, പുതിന, 4 കറി ലീഫ്, വേപ്പില. ഈ 4 ലീഫ് ഫ്ലേവറാണ്. ഫ്ലേവർ ഇതിൽ വരും. ഉണ്ടല്ലോ, എല്ലാം കൂടി അരച്ച് ഇടാണ്. അല്ലല്ല, അത് ജസ്റ്റ് തൂവിടുള്ളൂ. അതേ ഉള്ളൂ. ഇവിടെ ഓരോന്നുണ്ട്. ലംബേല കിട്ടി, കറിവേപ്പില കിട്ടി, ഇടയ്ക്കിടയ്ക്ക് ചെറിയ കൊത്തു മല്ലിയുടെ ഒക്കെ കുനുകുനുകുനെ കാണുന്നുണ്ട്. എന്തായാലും ഈ മസാലയൊക്കെ പുരട്ടി ഇതൊന്ന് പൊരിച്ചെടുത്താൽ രസമായിരിക്കും. അപ്പൊ എന്തായാലും എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇടാനുള്ള സമയം ഇടാലോ, പിന്നെന്താ ചേട്ടൻ. ഇത് കരട് വേണ്ടപ്പെടാ എല്ലാം ഇട്ടോ, എല്ലാം ഓരോ ഇങ്ങനെ വാരി അങ്ങ് റിസ്ക് അല്ല, റിസ്ക് സാപ്പിട മാതിരി ശീലമില്ല. ഇങ്ങനെ ഇട്ടാ മതിയായിരുന്നു. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ടാ പ്രശ്നം. ഇനി ഒരു 15 മിനിറ്റ്, അത് 15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്കായെടുക്കാം. അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ് ആണല്ലേ? ഫ്രണ്ട്സ് എങ്ങോട്ട് വരൂ, നമ്മുടെ എന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോക്കോളൂ. എങ്ങനെയുണ്ട്? ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതിലും ടേസ്റ്റ് ആണ്. ഞാൻ നല്ലപോലെ കഴിക്കാറുണ്ട്. ഉണ്ട്. ചില്ലി ബീഫും സൂപ്പർ. ബീഫ് ഉണ്ട്. എന്തുകൊണ്ട് പറഞ്ഞില്ല? വൈ? എനിക്കറിയാം, എന്തുകൊണ്ട് പറഞ്ഞില്ല? ചില്ലി ബീഫ് ഇതേപോലെയാണ് പ്രിപ്പറേഷൻ, പക്ഷേ ഞങ്ങളത് വേവിച്ച് ക്രഷ് ചെയ്യും. അല്ലേ? അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും മനുഷ്യടാ? അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇതിന് നമ്മള് സവോള ചതച്ചപ്പോ സെയിം മസാല തന്നെയാണ്. ബീഫ് ചോപ്പ് ചെയ്ത് കയറും. ചോപ്പ് ചെയ്ത് ഇടിച്ചെടുക്കും. ചോപ്പ് ചെയ്ത ബീഫ്. അപ്പൊ ഇത്രയും കൂടി എന്താ പറയാ, കട്ട രൂപത്തിലാവും. മസാല പോലെ തന്നെ ആയിരിക്കും അല്ലേ? മറ്റേ ഇടിയിറച്ചിയൊക്കെ വെക്കുന്ന ആ ഒരു ഇത് അതേപോലെ ഇടിച്ച് ചെയ്ത് വെക്കും അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് ഞങ്ങൾ ഇങ്ങനെ കത്തി വെച്ചപ്പോഴത്തേക്കും അവിടെ ആയിക്കോളും. എല്ലാം നല്ല ഫാസ്റ്റിലാണ്. ഓർഡർ വരും, പാഴ്സൽ. ഇനിയിപ്പോ കുറച്ചുകൂടി 4 മണി, ഇപ്പൊ ഒരു 2:30 ആയി. റഷ് ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയം. ഇനിയിപ്പോ ഒരു 3, 3:30, 4 ആകുമ്പോഴത്തേക്കും നല്ല 4 മണി തൊട്ട് 9 മണി വരെ നല്ല കാരണം ഞാന് വഴുതക്കാട് വഴി ഇടയ്ക്ക് പോകുമ്പോഴേക്കൂടെ നല്ല തിരക്കാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെയാണെന്നൊന്നും എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെ അറിഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് കണ്ടല്ലോ നല്ല റഷാണ്. കാരണം ഇവിടെ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ 10 മിനിറ്റ്. ഇത് തന്നെയല്ലേ കുറച്ചു നേരത്തെ അതെ ഇവിടെ ആയതിരിപ്പുണ്ട്. ഇത് കണ്ട ഓൾറെഡി ഒന്നായത്. ഇത് ഫുൾ ഫില്ലായിരിക്കും എപ്പോഴും അല്ലേ? എപ്പോ വന്നാലും കൊടുക്കാന്നുള്ള രീതിയിൽ ഇപ്പൊ തീരുന്ന വരെ ഉണ്ടാവും. എന്തായാലും എനിക്ക് മസാല ഒന്ന് വേറെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. എനിക്ക് എപ്പോഴും അതിൻ്റെ ആ പൊടി ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ, പൊടിക്ക് അതിന് രുചി കൂടും ശരിക്കും. ആ ചിക്കൻ്റെ സത്ത് ഇറങ്ങിയതും എല്ലാം കൂടി അങ്ങ് പിടിച്ച് നല്ലൊരു ഇതുണ്ടാവും. നമ്മുടെ ഫ്രൈ ആയിരുന്നു പറഞ്ഞേട്ടോ. ഫ്രൈ റെഡി ആയി വരുന്നുണ്ട്. ആദ്യം ഇതിന്റെ ഇതെല്ലാം മസാല എല്ലാം കോരി മാറ്റണം. മസാല അല്ലേ? ഇതിലെ മസാല ലീഫ്സ് എല്ലാം ആദ്യം എല്ലാം കോരി മാറ്റും, അല്ലെങ്കിൽ അത് ഓവറായിട്ട് കരിഞ്ഞു പോകും. എന്നിട്ട് ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ബോയിൽ ആയാൽ മതി. പീസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി എക്സ്ട്രാ ബോയിൽ ചെയ്യണം. അത്ര ഉള്ളു. ശരിക്കും എണ്ണയെ കിടന്ന് അങ്ങ് തിളച്ച് മറിഞ്ഞ് അങ്ങ് വറുത്ത് വന്നല്ലേ, ഒരുങ്ങി വന്നം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡിയാണ്ട് സംഭവം റെഡിയായി. കോരുവാണ് മോനെ. എന്തായാലും ഫ്രൈ റെഡി.